ശരിക്കും പറഞ്ഞാൽ ഇന്ന് കേരളം വേണ്ടത്ര രീതിയിൽ ചർച്ച ചെയ്യാൻ പോയ ഒരു സംഭവമായിരുന്നു ഇന്നലെ കാലടി സർവകലാശാലയിൽ നടന്നത്. അവിടുത്തെ സർവകലാശാലയിലെ വൈസ് ചാൻസലർ അവരവിടെ ഡോക്ടർ സിസ തോമസ് അവിടെ ജീവിച്ചിരിക്കുന്ന സമയത്ത് അവരെ ഓഫീസിനകത്ത് ഇരുത്തിക്കൊണ്ട് പുറത്ത് പ്രതീകാത്മകമായ SFI പ്രവർത്തകർ, അതും വനിതാ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ പ്രതീകാത്മകമായ അവരുടെ ശവസംസ്കാരം നടത്തുകയായിരുന്നു അവിടെ. അല്ല, പാരമ്പര്യം കാത്തു സൂക്ഷിക്കാൻ SFIക്കാർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് ഞാനത് പറയുന്നുള്ളൂ. കാരണം യവന്മാർ കാണിച്ചു കൂട്ടുന്ന കോമാളിത്തരങ്ങൾ, ഇവന്മാർ യോനിമുഖം കൊണ്ടുവന്ന് കലോത്സവ വേദി വെച്ചു ഇവന്മാർ, അതെ, പിന്നെ ചുംബന സമരം, പിന്നെ ഈ ഇമാതിരി തെണ്ടിത്തരങ്ങൾ എന്ന് തന്നെ പറയണം. മലയാള ഭാഷയിലെ മോശമായ വാക്കുകൾ നമുക്ക് ഉപയോഗിക്കേണ്ടി വരുന്നു. അത്രമാത്രം വളരെ വൃത്തികെട്ട ഒരു പ്രവൃത്തിയാണ് ഇവന്മാർ ഇന്നലെ അവിടെ കാണിച്ചത്. അതിനകത്ത് ഇവരെപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, ഞങ്ങൾ വർഗീയതയ്ക്കെതിരാണ്, ഞങ്ങൾ കാമ്പസുകളിൽ സ്നേഹത്തിൻ്റെയും മതേതരത്വത്തിൻ്റെയും വിത്തുകൾ വിതയ്ക്കാൻ വന്നിരിക്കുന്ന ആൾക്കാരാണ്. ആ അവന്മാരാണ് ഇന്നലെ അവിടെ ഒരു ശവകുടീരം ഉണ്ടാക്കി വെച്ചിട്ട് അവിടെ OPC ഉണ്ട്. ഡോക്ടർ സിസ തോമസ് ഒരു ക്രിസ്ത്യൻ കുടുംബത്തിൽപ്പെട്ട ആളായതുകൊണ്ട് ക്രിസ്ത്യാനികളുടെ പാട്ട് പാടി OPC ചൊല്ലി ശവവടക്ക് നടത്തി. അത് ഇനി ഒരു ഹിന്ദു ആയിരുന്നെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ അവർ പൂജാരിയെ കൊണ്ടുവന്ന് കർമ്മം ചെയ്യിച്ചു, അല്ലേ? അതെ, മരിച്ചയാളുടെ കർമ്മം. ഇത് നമ്മളിപ്പോൾ ഈ SFIക്കോ DYFIക്കോ CPMനോ ഒന്നും എതിരല്ല. പക്ഷേ എന്തുകൊണ്ടാണ് നിങ്ങളിപ്പോൾ ഈ പടുകുഴിയിൽ കിടക്കുന്നത് എന്നത് കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ ഇതൊക്കെ തന്നെയാണ് കയ്യിലിരിപ്പോണ്ട് സംഭവിക്കും. ഇത് ആദ്യത്തെ സംഭവം അല്ല. ഇവർ മതേതരത്വത്തിൻ്റെ അപ്പസ്തോലന്മാരാണ്, അല്ലേ? അതെ. ഇവർ പറയും ഞങ്ങൾ വർഗീയത തുലയട്ടെ എന്ന് എഴുതും. പക്ഷേ അത് ഏത് വർഗീയതയാണെന്ന് അവർ എഴുതുകയല്ല. അവർ വർഗീയത തുലയട്ടെ എന്ന് എഴുതിയാൽ അതുകൊണ്ട് വായിച്ചെടുക്കുന്ന RSS വർഗീയതയാണ് അവർ ഈ വർഗീയത തുലയട്ടെ എന്നിട്ട് അവരെ രഹസ്യമായിട്ട് അവരെ വോട്ട് വാങ്ങിക്കും. അല്ല, പക്ഷേ ഇവരുടെ ഉള്ളിൽ അഭിമന്യുവിനെ കൊന്നവർക്കെതിരെയാണ് ഇവർ വർഗീയത തുലയട്ടെ എഴുതുന്നത്. എന്നാൽ അത് അവരെങ്ങും പറയില്ല. ഞാൻ പല ആൾക്കാരോടും ചോദിച്ചു, ഈ SFIയുടെയും CPMൻ്റെയും നേതാക്കൾ, നിങ്ങൾ വർഗീയത തുലയട്ടെ എന്ന് എഴുതുന്നു. ഒരുമാതിരി അഡ്രസ്സ് ഇല്ലാത്ത എഴുത്താണ്. ഏത് വർഗീയത തുലയട്ടെ? ഹിന്ദു വർഗീയതയോ ക്രിസ്ത്യൻ വർഗീയതയോ മുസ്ലിം വർഗീയത, ഏത് വർഗീയതയാണ് തുലയേണ്ടത്? അയ്യോ, അത് ഞങ്ങൾക്ക് പറയാൻ പറ്റൂല. ഒരിക്കലും പ്രസംഗിക്കൂല. കാരണം എന്തിനാണ് അഭിമന്യുവിനെ കൊന്നത്? എന്തിനാണ് അഭിമന്യുവിനെ കൊന്നത്? അവിടുത്തെ ചില വർഗീയ പാർട്ടികളുടെ വിദ്യാർത്ഥി സംഘടനകൾ ഈ കുട്ടികൾക്കിടയിൽ കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്നതും മാത്രമല്ല തീവ്രവാദ ശക്തികൾ അവിടെ വേരുറപ്പിക്കുന്നതിനും കണ്ട് അതിനെ എതിർത്ത് ഒരാഴ്ച തികയുന്നതിന് മുമ്പെയാണ് ആ പാവം പയ്യനെ കൊല്ലുന്നത്. അവന് ഈ സ്വന്തം പാർട്ടിക്കാർ പോലും ഈ പകല് ഈ SFI ആയിട്ട് നടക്കുകയും രാത്രിയിൽ ചെയ്യുന്നത് കണ്ട് അവൻ മനം അടുത്ത് അവൻ പ്രതികരിക്കാൻ തീരുമാനിച്ചു. അതോടെയാണ് അവനെ ഇവർ കൊല്ലുന്നത്. മാത്രമല്ല അതിന്റെ കേസിലെ പ്രതികളെ രക്ഷിക്കാനുള്ള ശ്രമം ഇപ്പോഴും CPM നേതൃത്വം തന്നെ നടത്തുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വാർത്തകൾ. അപ്പം മഹാരാജാസിൽ ഇതിനു മുമ്പ് ആർട്ട് ഇൻസ്റ്റലേഷൻ എന്നാണ് നമ്മുടെ ഇപ്പോഴത്തെ CPMന്റെ ജനറൽ സെക്രട്ടറി പാലക്കാട് വിക്ടോറിയ കോളേജിൽ ഇതുപോലൊരു പരിപാടി കാണിച്ചപ്പോൾ അന്ന് പറഞ്ഞ എന്താണ്, അതുപോലെ പ്രിൻസിപ്പലിനെ അവിടെ ശവമടക്കം നടത്തി. അദ്ദേഹം പിന്നെ എന്താ സ്വരലയുടെ ആളാണ്. നൃത്തം, സംഗീതം മേഖലകളിലാണ് അദ്ദേഹത്തിന്റെ. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ വല്ല വീട്ടിൽ ചെന്ന് പാത്രം കഴുകുന്നതാണ് പ്രധാനപ്പെട്ട ഇതുണ്ട്. അപ്പൊ ഈ പാലക്കാട് വിക്ടോറിയ കോളേജിൽ അവിടുത്തെ വനിതാ പ്രിൻസിപ്പൽ വനിതകളോടെ ഉള്ളൂ ഇവന്മാർക്ക് ദ്രോഹം. അതാണ് രസം. ഡോക്ടർ വിജയലക്ഷ്മി, കേരള യൂണിവേഴ്സിറ്റിയിലെ സ്റ്റുഡൻറ് സർവീസ് ഡയറക്ടർ ആയിരുന്ന ഡോക്ടർ വിജയലക്ഷ്മി, അവരെ ചെയ്ത ഉപദ്രവിച്ച പെൺകുട്ടികൾ SFIയുടെ വനിതാ നേതാക്കൾ എത്തിയാണ് ആ സ്ത്രീയെ ദേഹോദ്രവം ചെയ്തത്. അതാണ് വനിതകളോടെ ഉള്ളൂ കുഴപ്പം, ഇല്ലെങ്കിൽ ഇവന്മാർക്ക് കുഴപ്പമില്ല. പല നേതാക്കളും ഈ വനിതകൾക്കാണ് കുറച്ച് അസുഖം. അങ്ങനെ ഈ പാലക്കാട് വിക്ടോറിയ കോളേജിൽ ഇത് നടത്തിയപ്പോൾ അതിനെക്കുറിച്ച് ചോദിച്ചപ്പോഴാണ് MA ബേബി പറഞ്ഞത്, അത് ആർട്ട് ഇൻസ്റ്റലേഷൻ അല്ലേ എന്ന് ചോദിച്ചു. അത് അങ്ങനെ ചോദിച്ച ആളാണ്. അപ്പോൾ ഇവർ പാരമ്പര്യം കാത്തു ഒരു പിന്തുണ. നമ്മുടെ ആർഷഭാരത സംസ്കാരം എന്നൊരു സംഭവമുണ്ട്, പക്ഷേ ഇവർ കേൾക്കാൻ പറയാൻ പറ്റത്തില്ല. ആർഷഭാരത സംസ്കാരമായിപ്പോൾ ഇതിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്ന ആർഷഭാരത സംസ്കാരമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഈ കാലടി സർവകലാശാലയിൽ ഈ വൈസ് ചാൻസലർക്ക് അവിടെ ഈ പ്രതീകാത്മക സംസ്കാരം നടത്തിയത് പോലും ശങ്കരാചാര്യരുടെ പ്രതിമയ്ക്ക് മുന്നിൽ കൊണ്ടുവച്ചിട്ടാണ്. അതാണ് ശങ്കരാചാര്യർ ആരാണെന്ന് ഇവർക്കറിയാം. ശങ്കരാചാര്യർ എന്താണെന്ന് ഇവർക്കറിയാം. ഇവർ നോക്കുമ്പോൾ ശങ്കരാചാര്യർ ആദിമ സംഖ്യയായിരിക്കും. ശങ്കരാചാര്യരല്ല, EM ശങ്കരൻ നമ്പൂതിരിപ്പാട് ആരാണെന്ന് ചോദിച്ചാൽ നേരെ പറയാൻ അറിയാത്ത കക്ഷികളാണ് അവിടെ വന്ന് ഇത് കാണിക്കുന്നത്. അതാണ്. അപ്പോൾ മറ്റേ അറിഞ്ഞുകൂടെയായിരിക്കും. എന്തായാലും ഇവർ കാണിച്ചു കൂട്ടിയത് വെറും തെമ്മാടിത്തമാണ്. വളരെ ഇപ്പം ഒരു കലാലയത്തിൽ ഒരു അധ്യാപകൻ
ഈ അധ്യാപകർ പിന്നെ ഇത്തരം ഒരു സിറ്റുവേഷൻ നമ്മളെയൊക്കെ വിചാരിക്കുന്ന മാതാപിതാ ഗുരു ദൈവം, അത് നമ്മളൊക്കെ, അത് ഏത് ജാതി ആയിക്കോട്ടെ ഏത് മതമായിക്കോട്ടെ, ഈ ഇന്ത്യ മഹാരാജ്യത്തുള്ള മുഴുവൻ ആൾക്കാരും പുരാതന കാലങ്ങളായിട്ട് വിശ്വസിച്ചു പോരുന്ന ഒരു പ്രതീകമാണ് മാതാപിതാ ഗുരു. അതായത് മാതാവിനെയും പിതാവിനെയും ഗുരുവിനെയും ദൈവത്തെ പോലെ കാണണം എന്നുള്ളത്. എന്ന് വെച്ച് ഗുരു തെറ്റ് ചെയ്താൽ തെറ്റെന്ന് നമുക്ക് പറയാം, പക്ഷേ നമ്മളല്ലല്ലോ അതിനകത്ത് ശിക്ഷിക്കാൻ പോകും. അത്രയേ ഉള്ളൂ. ഇവിടെ എന്ത് തെറ്റാണ് ഗുരു നിങ്ങളോട് ചെയ്തത്? നിങ്ങളുടെ രാഷ്ട്രീയത്തിനൊപ്പിച്ച് നീങ്ങുന്നില്ല. അത് തന്നെയാണ് ഗുരു അവരോട് ചെയ്യുന്നത്. മാത്രമല്ല കേരള സർവകലാശാല ചുമതലയുണ്ടായ സമയത്തൊക്കെ തന്നെ ഇവർ ഇതൊന്നും പ്രശ്നം ഉണ്ടാക്കാൻ നോക്കിയപ്പോഴും അവർ മൈൻഡ് ചെയ്തില്ല. അവർ ശരിക്കും പറഞ്ഞാൽ ഈ സിസ തോമസ് വളരെ സാധാരണ നിലയിൽ നിന്ന് കഠിനാധ്വാനത്തിലൂടെ അക്കാഡമിക് ക്വാളിഫിക്കേഷനൊക്കെ നേടി വളർന്നു വന്ന ആളാണ് അവർ. അങ്ങനെയുള്ള ഒരു സ്ത്രീ ഒരു കസേര ചെന്നിരിക്കുമ്പോൾ അവരെ അപമാനിക്കുക, അല്ലെങ്കിൽ അവരെ ഈ ഇത്തരത്തിലുള്ള ഈ കൊല്ലാക്കൊല ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു ഞാൻ ചോദിച്ചിട്ട്, ഇവർക്കൊക്കെ അമ്മമാർ സൗകര്യം ഉണ്ടായിരിക്കും, അവരൊന്നും ഇവർക്ക് വില കാണില്ലായിരിക്കും, ഉണ്ടെങ്കിൽ അവർ ഈ പരിപാടി ചെയ്യില്ല എന്നൊരിക്കലും. ആ സിസ തോമസ് വൈസ് ചാൻസലർ എന്ന രണ്ടാമത്തെ കാര്യം, അവർ അടിസ്ഥാന ഒരു മനുഷ്യ ജീവിതം കുടുംബമുള്ള ഒരു കുടുംബമുള്ള ആളായിരിക്കില്ലേ, അവർക്ക് അവർ കുടുംബങ്ങൾക്ക് എന്ന് പറഞ്ഞ വിഷമം തോന്നിക്കാണ് ജീവിതത്തിൽ ഒരാളിനെ ഇങ്ങനെയൊക്കെ ചെയ്യുക എന്ന് പറയുമ്പോൾ. ഇതിൽ ദേഹോദരം ഏൽപ്പിച്ചില്ലല്ലോ എന്നുള്ളതാണ് തൽക്കാലം ഇപ്പോൾ ഒരു സമാധാനമുള്ളത്. അവിടുത്തെ വനിതാ സിൻഡിക്കേറ്റ് മെമ്പർമാർക്ക് ഇറങ്ങി ഓടുന്നുണ്ടല്ല ആ റൂമിൽ നിന്ന്, ഇവർ വളഞ്ഞു വെച്ചിട്ടുണ്ട്, വെളിയിറങ്ങാൻ സംഭവിച്ചില്ലെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇത് ഈ എന്താണ് വിടി സതീശൻ മന്ത്രിസഭ വന്ന് ആദ്യം കുറച്ച് ദിവസം ഇവർക്ക് പുതിയ ഇപ്പോഴും പിണറായി ആണെന്നുള്ള ചിന്തയിലാണ് കുറച്ച് ദിവസം നടന്നത്. ഇപ്പം വീണ്ടും അങ്ങനെയൊന്നും അല്ല, യാഥാർത്ഥ്യ ബോധം തിരിച്ചു കിട്ടിയപ്പോഴാണ് ഇനി എന്നാൽ നമ്മൾ എന്തെങ്കിലും ചെയ്തേ പറ്റില്ല, 10 വർഷം നമ്മൾ വെറുതെ ഇരുന്ന് സൂചിച്ചു പോയി, ഇനിയിപ്പോൾ നമുക്ക് എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞ് ഇറങ്ങി പുറപ്പെട്ടതാണ്. അതിനീ പാവപ്പെട്ട വൈസ് ചാൻസലർമാരെയും പ്രിൻസിപ്പൽമാരുടെയും ഒക്കെ നെഞ്ചത്തോട്ട് കയറി റീത്ത് വയ്ക്കുകയല്ല വേണ്ടത്. നിങ്ങൾക്ക് അങ്ങനെ വയ്ക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു പണി, പിണറായി വിജയൻ്റെ ഒരു പടം വെച്ചിട്ട് അതിൻ്റെ മുമ്പിലോട്ടൊരു റീത്ത് എടുത്ത് വയ്ക്കുക. അതായിരിക്കും നിങ്ങൾക്ക് ഈ ക്രിമികടി അങ്ങ് മാറിക്കിട്ടും. ഒന്നും അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ടിയെ ഇതുപോലെ പ്രതീകാത്മകമായിട്ടല്ല, ഒറിജിനലായിട്ട് കുഴിയിൽ കൊണ്ട് ഇട്ടിരിക്കുകയാണ്, നീ മണ്ണിട്ട് മൂടിയാൽ മാത്രം മതി. അതെ അതെ, സ്വന്തമായിട്ട് മമ്മടി എടുത്തുകൊണ്ട് ഒന്ന് വെട്ടി കുഴിച്ച് പാർട്ടി അതിനകത്തിട്ട് ചവിട്ടി മൂടി മണ്ണ് ഉറപ്പിച്ചിരിക്കുന്ന ഒരാളാണ് അവിടെ ഉള്ളത്. സുരാജ് വെഞ്ഞാറ ഒരു സിനിമയിൽ പറയുന്ന ഒരു ഓലക്കീറോ വെച്ചിട്ട് തുണിയോ ഇഞ്ഞെടുത്തോ എന്നെ മൂടാൻ എന്ന് പറഞ്ഞ പോലെ ഇയാളെ മൂടാനുള്ള ബാക്കി എല്ലാം ആയിട്ടുണ്ട്, ഇത് മാത്രം നിങ്ങൾ ചെയ്താൽ മതി. ഒന്നുമല്ലേ നിങ്ങളുടെ പാർട്ടിയെങ്കിലും രക്ഷപ്പെടും. നിങ്ങൾക്ക് ഈ പ്രതീകാത്മകം നിങ്ങളുടെ ഗുരുനാഥന്മാരുടെ നെഞ്ചത്തോട്ടല്ല, നിങ്ങളുടെ സ്വന്തം നേതാക്കന്മാരുടെ നെഞ്ചത്തോട്ടാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. സത്യം പറഞ്ഞാൽ ഒരു കാരണവശാലും ഈ CPM-ഓ അതിൻ്റെ അനുബന്ധ പിന്നെ പാർട്ടികളോ സംഘടനകളോ പോഷക സംഘടനകളോ രക്ഷപ്പെടാനുള്ള യാതൊന്നും ഇപ്പോഴും കാണുന്നില്ല.